കുട്ടിപ്പെണ്ണേ, എന്ത് പറ്റിയ നിനക്ക്? നീ എന്താ ഒരാൾ ഒരുപാട് ദൂരം താണ്ടി വന്ന് ആരുടെയും തുണിയില്ലാതെ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലേ നിനക്ക്? നമുക്കൊന്ന് സംസാരിക്കണം. അല്ല, നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറ. ഹൾക്ക് ദേ അവള് പോകുന്നു. നോ. എന്തുകൂടാ ഇത്? നില്ല, പ്ലീസ്. പ്ലീസ്. ശരി, ഒരു കാര്യം ചെയ്യാം. നീ പറയുന്നത് ഇത് തീരുന്നത് വരെ ഞാൻ കേൾക്കാം. ആസ്കാർഡ് ആപത്തിലാണ്. എനിക്ക് ഉടനെ എവിടെ പോകണം. അതിന് നിന്റെ സഹായം വേണം. വാ. സമയം തീർന്നു. അപ്പൊ ശരി. ഓഡിൻ മരിച്ചു. മരണത്തിന്റെ ദേവത ഹെല ആസ്കാർഡിൽ എത്തിക്കഴിഞ്ഞു. അത് നിനക്കറിയോ? ഹെല വന്നെങ്കിൽ ആസ്ഗോഡിന്റെ കഥ കഴിഞ്ഞു നടത്താം. ഞാൻ അവളെ തടഞ്ഞു നിർത്തും. തനിച്ചോ? അല്ല, ഞാനൊരു ടീം സെറ്റ് ആക്കുന്നുണ്ട്. ആ ടീമിൽ ഞാൻ, നീ, ആ തടിയൻ, നമ്മളെല്ലാരും. ഞാനൊരു ടീമിലും ഇല്ല. ഹൾക്കിനെ നോക്കണ്ട. അപ്പൊ ഞാനും നീയും. അപ്പൊ ആ ടീമിൽ നീ മാത്രമേ കാണൂ. ഇല്ല, വെയിറ്റ്, ഞാൻ പറയുന്ന കേക്ക്. വാൽക്കേരി എന്നാൽ ഇതിഹാസം സൃഷ്ടിച്ചവരാണ്. നാടിനെ കാക്കുമെന്ന് ശപഥം ചെയ്ത യോഗ്യരായ ഓഡിൻ യോദ്ധാക്കൾ. കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ തലയിടാൻ എനിക്ക് പറ്റില്ല. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ സഹോദരിക്ക് നിന്നെ പോലെ ആസ്കോഡിൽ നിന്നാണ് ശക്തി കിട്ടുന്നത്. ഓഡിന്റെ കൺട്രോളിനപ്പുറം അവൾക്ക് ശക്തി വർദ്ധിച്ചപ്പോൾ കൊട്ടാരത്തിലുള്ള എല്ലാവരെയും കൊന്നൊടുക്കി സിംഹാസനം കൈക്കലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കി അവളെ തീർക്കാൻ ഓഡിൻ വാൽക്കരികളെയാണ് അയച്ചത്. ഞാൻ ഒരുത്തി മാത്രം രക്ഷപ്പെട്ടു. നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഒരു കാലത്ത് അവളെ ഞാൻ നേരിട്ടതാ. അതിലെനിക്കുണ്ടായ നഷ്ടം വളരെ വലുതാണ്. ആസ്കോഡിന്റെ പ്രശ്നം തന്നെ അതാ. അവിടെയുള്ള രഹസ്യങ്ങളെ മൂടിവെക്കാൻ മറ്റുള്ളവരുടെ ജീവൻ തന്നെ കളയണം. ഞാൻ സമ്മതിക്കുന്നു. എന്നെ തടുക്കാൻ നോക്കണ്ട. നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സിംഹാസനം വേണ്ടെന്ന് വെച്ചത്. പക്ഷേ ഇത് അതിനു വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ എല്ലാവരും മരിച്ചു വീഴുകയാണ്. അവരിൽ നിന്റെ ആളുകളുമുണ്ട്. അതൊക്കെ മറന്നേക്ക്. ഞാൻ മറന്നത് കണ്ടില്ലേ? ഓക്കെ, ഗുഡ്, ശരി. ഗ്രേറ്റ്, ആ, നല്ല കാര്യം. താങ്ക് യു. എന്തിന്? ഇതിന്. ഇത് ഞാൻ എടുത്തത് അറിഞ്ഞില്ലല്ലേ. ഇത് എന്താ ചെയ്യാൻ? ഓഫ് ചെയ്യാം. ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജോലി നടക്കട്ടെ. ഇവിടെ നിന്ന് ആ വട്ടന് വേണ്ടി ആളുകളെ കൊണ്ടുവന്ന് അടിമകളാക്ക്. എന്നിട്ട് അടിച്ച് പൂസായി വല്ല മൂലയിലും കിടാ. പക്ഷെ ഞാൻ എന്റെ പ്രശ്നങ്ങളെ നേരിടാറാണ് പതിവ്. അല്ലാതെ പേടിച്ചൊളിക്കാറില്ല. കാരണം ഹീറോസ് അങ്ങനെയാണ് ചെയ്യാറ്.